ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗെയിമിനകത്ത് പുതിയ പ്ലേയേഴ്സും അതുപോലെ തന്നെ പുതിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗെയിമിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പാക്ക് തന്നെയാണ് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. ടൂർണമെൻറ്റ് സ്റ്റാർസ് 2026 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം അടങ്ങുന്ന ഒരു പാക്കാണ് അവർ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ബിഗ് ടൈമായിട്ട് എർലിംഗ് ഹാലൻഡ്, ഷോർട്ട് ടൈം ആയിട്ട് ഹാരി കെയ്നും ക്രിസ്ത്യൻ റൊമേറോ, ഇവരുടെ മൂന്നുപേരുടെ കാർഡാണ് നമ്മുടെ ഗെയിമിനകത്ത് ഇന്ന് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ വേൾഡ് കപ്പ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് 31 ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഒരു അവരിന്ന് വേൾഡ് ഇ ഫുട്ബോൾ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു 310 കോയിന് കൂടെ തരുന്നുണ്ട്. ലോഗിൻ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 310 കോയിൻസ് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ പറയാനായിട്ടുള്ളത് ഈ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിന് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്ലേയേഴ്സ്, ലെജൻഡ്സ് അസംബിൾ എന്ന് പറഞ്ഞിട്ട് പുതിയ കുറച്ച് പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തായാലും സെലക്ഷൻ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. പിന്നെ വേറെ പറയാനായിട്ടുള്ളത് ഒരു പ്ലെയറെ നമുക്ക് ഈ ഫുട്ബോൾ പോയിന്റ്സ് വെച്ചിട്ട് ഒരു പ്ലെയറെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്താൽ മതി. മെയിനായിട്ട് പുതിയ ക്യാമ്പയിൻ എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു സംഭവം തന്നെയാണ്. ഈ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. 31st ആനിവേഴ്സറി പ്രസന്റ് ഗെറ്റ് ആൻ എപ്പിക് പ്ലേയേഴ്സ് യുവർ ചോയ്സ്. അപ്പോൾ നമ്മളെ ചോയ്സ് എന്ന് പറയുമ്പോൾ സെലക്ഷൻ കോൺട്രാക്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. മെഷീൻസിനകത്ത് കയറുന്ന സമയത്ത് ഈ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട്സിൻ്റെ ഒരു ഇത് വരുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മാച്ച് കംപ്ലീറ്റ് ആയി പോകും തോറും ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് നമുക്ക് ഓരോ പ്ലേയേഴ്സിൻ്റെ അവതാർ ഐക്കൺസ് കിട്ടുന്നുണ്ട്. അതുപോലെ പൊസിഷൻ കൂപ്പൺസ്, സ്കിൽ കൂപ്പൺസ്, പോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ട്രെയിനിങ് പോയിൻറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മാച്ച് നമ്മൾ ചുമ്മാ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അവസാനം സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുന്നത് അടുത്ത മാസം 6-ാം തീയതി വരുന്ന ആ ഒരു അപ്ഡേറ്റിലാണ് നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റിനകത്ത് 2 പ്ലേയേഴ്സ് ഇനി ആഡ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ പ്ലേയേഴ്സിനും ഓരോ സ്കില്ല് വെച്ചാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓരോ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ പ്ലേയേഴ്സിനും ഓരോ സ്കില്ല് അവർ കൊടുത്തിട്ടുണ്ട്. മൊമെൻ്റം ഡ്രിബ്ലിംഗ്, ഡെന്നിസ് ബെർക്കാംപ് മൊമെൻ്റം ഡ്രിബ്ലിംഗ്. റൈക്കാർഡ് ആങ്കർമാൻ അല്ല, ഡിസ്കവർ കാർഡാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് സെലക്ഷൻ കോൺട്രാക്റ്റിനകത്തുള്ള പ്ലേയേഴ്സ്. ഇനി ഒരു 2 പ്ലേയേഴ്സ് കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. ജസ്റ്റ് റൂമറായിട്ടുള്ളൊരു 2 ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സെലക്ഷൻ കോൺട്രാക്റ്റിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലേയേഴ്സിന് നിങ്ങൾക്ക് എന്തായാലും സെലക്ഷൻ കോൺട്രാക്റ്റിന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു സാധനം ഓപ്പൺ ആവുന്നത് അടുത്ത മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ മാച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകും തോറും സെലക്ഷൻ കോൺട്രാക്റ്റ് അവസാനം 6-ാം തീയതി ആകുമ്പോൾ കിട്ടും. പിന്നെ മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ഈ ഒരു പാക്ക് തന്നെയാണ്. ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ആയിട്ടുള്ള 3 പ്ലേയേഴ്സ് ഉള്ള പാക്ക്. എർലിംഗ് ഹാലൻഡ് ബോക്സിൻ്റെ ബോക്സാണ്. സ്കില്ല് വന്നിട്ടുള്ളത് ബുള്ളറ്റ് ഹെഡർ ആൻഡ് ഫിനോമിനൽ ഫിനിഷിങ്ങും, അതുപോലെ ഹാരി കെയ്ന് ഡീപ് പ്ലേയിങ് ഫോർവേഡ്. സ്കില്ല് ലോ സ്ക്രീമർ, മാഗ്നറ്റിക് ഫീൽഡ്. ക്രിസ്ത്യൻ റൊമേറോ ഡിസ്പയർ ആണ്. ലോങ് റീച്ച് ടാക്കിളും ഏരിയൽ ഫോർത്ത്. ഇത് 3ആണ് ഇവരുടെ സ്കില്ല് വരുന്നത്. പിന്നെ വേറെ നോക്കാനായിട്ടുള്ളത് ഷോപ്പിനകത്ത് എർലിംഗ് ഹാലൻഡിൻ്റെ അവതാർ ഐക്കണുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ. പിന്നെ ഇവൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഇവൻറ്റ്സിനകത്ത് വേൾഡ് സ്റ്റേജ് കണ്ടൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് 50 കോയിനും പിന്നെ ഒരു ബൂസ്റ്റർ ടോക്കനും കിട്ടുന്നുണ്ട്. ഒരു ബൂസ്റ്ററും കൂടെ വരുന്നു, റാൻഡം ബൂസ്റ്റർ കൂടെ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഒരു ഇംഗ്ലീഷ് ക്ലബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് കൊടുത്തിട്ടുണ്ട്.
PvPയിൽ നോക്കുന്ന സമയത്ത് പെനാൾട്ടി ഷൂട്ട് ഔട്ട്, അതുപോലെ ഇംഗ്ലീഷ് ക്ലബ്ബ്, അതിനകത്ത് 50 കോയിന്. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്തായാലും ഈ ഫുട്ബോൾ കണക്ട് ഞായറാഴ്ച അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആയിരിക്കും അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ നമുക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ മൺഡേ പാക്ക് എന്താണെന്ന് ചോദിക്കുന്നവരോട് മൺഡേ പാക്കിൽ എന്താണ് കറക്റ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ജസ്റ്റ് നോക്കിയിട്ട് എന്തായാലും സ്ക്രീനിൽ മൺഡേ പാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം. ഗൈസ്, ഇന്നത്തെ മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ മെയിൻ്റെനൻസ് കഴിഞ്ഞ് പുതിയ പ്ലേയേഴ്സിനൊക്കെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തു, അതുപോലെ കമൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഗൈസ്, എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ